കാസർഗോഡ് ജില്ലയിലെ ചെങ്കൽ ക്വാറി ഉടമകൾ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക്. പോലീസിന്റെയും ജിയോളജി വകുപ്പ് അധികൃതരുടെയും നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരം. പതിച്ചു നൽകിയ ഭൂമിയിൽ ക്വാറികൾക്ക് ലൈസൻസ് അനുവദിക്കുക, ലൈസൻസിന്റെ പേരിൽ ഭീമമായ പിഴ ചുമത്തുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ചെങ്കൽ ക്വാറി ഉടമകൾ ഉന്നയിക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കാസർഗോഡ് ജില്ലാ ഭരണകൂടമാണ് ഇതിനെന്തോ നമ്മളെ ഇത് നിർത്തിക്കണം എന്നുള്ള രൂപം, ഈ ബിസിനസ് വേണ്ട എന്നുള്ള തോന്നാണ്. പാവപ്പെട്ട തൊഴിലാളികളാണ് ഇതിലില്ല. 10,000-കണക്കിന് തൊഴിലാളികളുള്ള ഒരു മേഖലയാണ് ചെങ്കൽ മേഖല. ഈ ചെങ്കൽ മേഖല തകർന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് നമ്മൾ ജനങ്ങളെല്ലാം പട്ടിണിയാകും. നേരത്തെ ജിയോളജി വകുപ്പ് ലൈസൻസ് അനുവദിച്ച ക്വാറികൾക്ക് പോലും ഇപ്പോൾ ലൈസൻസ് നൽകുന്നില്ല. പരിശോധനയിൽ പിടിക്കപ്പെടുന്ന ലോറികൾക്ക് ഉടൻ പിഴ ചുമത്താതെ താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ മാസങ്ങളോളം പിടിച്ചിടുന്നുവെന്നും ആരോപണമുണ്ട്. വ്യവസായ മന്ത്രി അടക്കമുള്ളവരെ കണ്ട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ മാസം 16 മുതൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുന്നത്. വ്യാഴാഴ്ച കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് മാർച്ചും വെള്ളിയാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്താനാണ് തീരുമാനം. ബാക്കിയുള്ള ജില്ലയിൽ അതേ നിയമമല്ലേ കാസർഗോഡും കൂടി ബാധിക്കേണ്ടത്? നമുക്കറിയാമല്ലോ, 25,000 10,000 രൂപയാണ് പിഴയായിട്ട് വരുന്നത്. അത് ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അടക്കാൻ തയ്യാറുമാണ്. പക്ഷേ ഇതിന് വണ്ടികൾ എന്തിനിവർ വില്ലേജും താലൂക്കിലും വെച്ച്, പ്രത്യേകിച്ച് സെൻസറുള്ള വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് വരുന്നു, കേടുപാട് പറ്റുന്നു, ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നു, ടയർ നിൽക്കുന്നില്ല, എല്ലാ പ്രശ്നങ്ങളും അതിലുണ്ട്. അനിശ്ചിതകാലത്തേക്ക് ചെങ്കൽ ക്വാറികൾ അടച്ചിടുന്നത് നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കും. 24 കാസർഗോഡ്.